റെഡിയാണേ. പറഞ്ഞു എന്താണ് നാളെ കഴിഞ്ഞ കല്യാണമാണ്, ഇന്ന് ഹൽദി ചടങ്ങുകളൊക്കെ. ചെറിയൊരു പരിപാടി, ഇന്ന് എൻ്റെ കുടുംബക്കാർ മാത്രമുള്ളൊരു പരിപാടിയാണ്. ഞാൻ നിങ്ങളെ ഞാൻ തിങ്കളാഴ്ച മാത്രമാണ് ക്ഷണിച്ചിട്ടുണ്ടായത്. അതിലെന്നെ കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ വളരെ സന്തോഷം. എന്താ പറയുക, ഒരിക്കലില്ല, ചീത്തൊന്നുമില്ല. നമുക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ഗസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഹൽദി എന്ന് പറഞ്ഞ പരിപാടി പ്ലാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഉമ്മ 2 ദിവസം മുമ്പ് പറഞ്ഞ പരിപാടിയാണ് ഇങ്ങനെ മഞ്ഞ ഡ്രസ്സ് ഇടണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പെട്ടെന്ന് മഞ്ഞ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ എൻ്റെ കസിൻസും എൻ്റെ കുടുംബക്കാരെല്ലാവരും മഞ്ഞ കളറൊക്കെ ഇട്ട് വന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ കാര്യമാണ്. കാര്യം ഞാൻ ഈ ഹൽദി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കോമൺ ആയി എല്ലായിടത്തും. പക്ഷേ എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാനിങ് ഒന്നുമില്ലല്ലോ. കാര്യം പെൺകുട്ടികൾക്ക് ഈ പറയുന്ന മെഹന്തി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹൽദി എന്നതിന് ആണിൻ്റെ കല്യാണത്തിന് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര എനിക്ക് എൻ്റെ തന്നെ ഒരു പരിപാടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര കാര്യം. ഇതെല്ലാം 2 ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത കാര്യങ്ങളാണ്, അല്ലാതെ വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങളും ഇത് അറിഞ്ഞെങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. വളരെ സന്തോഷം വന്നതിൽ താങ്ക് യു. അപ്പോൾ എന്തായാലും 25-ാണ് മെയിൻ പരിപാടി. നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും വരിക, സഹകരിക്കുക, ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും വേണം. കാര്യം പിന്നെ ഞാൻ പറഞ്ഞതിന് അവിടെ ഒരുപാട് ഉമ്മ അതിൽ പോകാൻ പറ്റൂല. ഒരു കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാ ആളുകളും വിളിച്ചു. ഞാനങ്ങനെ ആരും മാറ്റിയിട്ടൊന്നുമില്ല. ആരും ഞാനങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എല്ലാ ആളുകളെയും എൻ്റെ പരിചയമുള്ള എല്ലാവരും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കൂടുതൽ വിളിച്ചേക്കുന്നത്. പിന്നെ അറിയുന്നവരായ പിന്നെ എന്നോട് ഇപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് എന്നെ കല്യാണം വിളിക്കണമെന്ന് ചോദിച്ചൊരു വിളിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലാണ്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെയുള്ള എല്ലാ ആളുകളെയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാർ മാജിക്കിൽ അങ്ങനെയുള്ള സിനിമയിൽ അവരെനിക്ക് കുറച്ച് വലിയ നടനായിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് നടന്മാരെ വിളിച്ചിട്ടുണ്ട്. അവർ വരും. ഈ സിനിമ നിങ്ങൾക്കറിയാലോ, നമ്മൾ സ്വന്തം അനിയൻ്റെ കല്യാണം പോലും കൂടാൻ പറ്റാത്ത നടന്മാരും നടിമാരൊക്കെ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് എത്താൻ പറ്റില്ല, കാര്യം ഷൂട്ടിങ്ങാണ്. എല്ലാവർക്കും നമ്മുടെ പാഷനാണല്ലോ. എന്തായാലും അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വരിക. ഹോൾഡ് ഡേറ്റ് സേവ് ദ ഡേറ്റ് അല്ല, ഹോൾഡ് ദ ഡേറ്റ് പറഞ്ഞാൽ ഞാനത് പ്ലാൻ ഉണ്ടായില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡിസൈനർ, അവരാണ് സഡൻലി ഒന്നുമില്ല ബ്രോ, ഞാൻ ഒരു ഷർട്ടും പാൻറ്റിൽ ഇട്ടായിരുന്നേ. എൻ്റെ വൈഫാണെങ്കിൽ ഒരു നോർമൽ ഒരു ഡ്രസ്സ്. അത് അങ്ങനെ ഒരു ഞാൻ ആക്ച്വലി എന്താ അറിയോ, ഞാനത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ആളുകൾ പറയും ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചു എന്നൊരു ചർച്ച. ഹോൾഡ് ദ ഡേറ്റ് എന്നാക്കി പറഞ്ഞാൽ സേവ് ദ ഡേറ്റുമായിട്ട് അവളെ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ദ ഡേറ്റ് ആക്കി, അത്രയുള്ളൂ. അല്ലാതെ ഒരു ഞാൻ എല്ലാവരും എൻ്റെ സുഹൃത്ത് സർക്കിളിൽ എല്ലാവരോടും എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞു. നാട്ടുകാരെ മൊത്തം കല്യാണം അറിയിക്കണമെന്ന് നിർബന്ധമില്ല. എൻ്റെ കല്യാണം എനിക്കിഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഞാനതുകൊണ്ട് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തു. ഒരുപാട് പേര് റെസ്പോണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നെഗറ്റീവ് ഒന്നും എടുക്കാറില്ല, പോസിറ്റീവ് മാത്രം എടുക്കാറില്ല. നെഗറ്റീവ് പറയുന്ന ആളുകൾ ജീവിതകാലം മൊത്തം നെഗറ്റീവ് കൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെ തിരുത്താനെന്ന് അതൊക്കെയാണ്. എങ്ങനെയായിരുന്നു നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്തത്? ഇല്ല ബ്രോ, ഞാൻ 2019 ഞാൻ പെണ്ണാൻ പോയതാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ ഈ ദർഫയുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ എൻഗേജ്മെൻ്റ് ആയി, എൻ്റെ കാര്യങ്ങളൊക്കെ മടങ്ങിപ്പോയി. അതുപോലെ ദർഫയുടെ ലൈഫിലും സെയിം സിറ്റുവേഷൻ. കാര്യം ഞാൻ 2010 പെണ്ണാൻ പോയ ശേഷം 2020 അവരുടെ ഏതൊരു എൻഗേജ്മെൻറ്റ് നടത്തി. അങ്ങനെ അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ സെയിം അവസ്ഥ. എൻ്റെയും ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ റമദാൻ മാസം കണ്ടു, സംസാരിച്ചു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെയായിരുന്നു. പിന്നെ അത് കല്യാണത്തിലേക്കായി. വലിയ സ്റ്റോറിയാണ്, രസമുള്ള സ്റ്റോറിയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കല്യാണമാണ്. അതെ അതെ, കല്യാണം, ഹൗസ് വാമിംഗ് ഒക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയും. ഈ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ പബ്ലിക്കലി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യില്ലെന്ന് പറയുന്നത്. കാര്യം ഈ കറുത്ത കണ്ണുകൾ എന്നൊരു സാധനം ഭയങ്കര നമ്മുടെ ലൈഫിൽ ഈ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് കണ്ണേറ് കിട്ടുക എന്നൊക്കെ ഒരു അത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഉണ്ടാവുന്ന കാര്യമാണ്. കാര്യം നല്ല നല്ല കണ്ണുള്ള ആളുകൾ മോശം അവൻ രക്ഷപ്പെടുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നെഗറ്റീവ് എനർജി ഈ ലോകത്തുണ്ട്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ആക്കണമെന്ന് വെച്ചിട്ടാണ് ഞാനത് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അത് മീഡിയയിൽ കുറേ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. മനുവൊക്കെ എൻ്റെ സുഹൃത്താണ്. മനുവൊക്കെ എപ്പോഴും എൻ്റെ നാട്ടുകാരെ ചെറുപ്പത്തിൽ നടന്ന കാലൊക്കെയാണ്.
അപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഇതൊക്കെയാണ് പറയാനുള്ളത്. പ്രേക്ഷകരോട് എന്താ പറയുന്നത്? ഒന്നും പറയാനില്ല ബ്രോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ആരും തികഞ്ഞവരില്ല. എല്ലാവർക്കും ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറ്റം പറയാനും തള്ളി പറയാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അത് നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടായിട്ട് പുറത്തുള്ള വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോകാതെ കാലിൽ മന്ദമുള്ളവൻ ഞണ്ടുള്ളവനെ കളിയാക്കുന്ന പോലെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. അവനവനെ അവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. ഒന്നും പറയാനല്ല പ്രശ്നത്തോട് എനിക്ക്. നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വരുന്നതല്ല, വരുത്തുന്നതാണ്. നമ്മളായിട്ട് ഒരിക്കലും നെഗറ്റീവ് ചെയ്യണം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കി തരുന്നതാണ്. ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതല്ലോ. ഓരോ മനുഷ്യന്മാരും നമ്മുടെ മേത്തേക്ക് വച്ച് കെട്ടുന്നതാണ്. ഞാനത് പിന്നെ അതൊന്നും സീരിയസ് ആക്കാറില്ല. മനുഷ്യനുണ്ടാക്കിയ പ്രശ്നമല്ലേ. അപ്പോൾ അതങ്ങനെ ആ വഴിയിലേക്കാണ് വിട്ടോളൂ. എൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. ആളുകളെ തിരുത്താനും ആളുകളെ ശരിയാക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം പിന്നെ എനിക്ക് എൻ്റെ ചെറിയൊരു രോഗമാണ്. എൻ്റെ കുടുംബം ഉമ്മൻ്റെ അനിയൻ, എൻ്റെ വെല്ലുമ്മ, എൻ്റെ പെങ്ങളുടെ അവരും മുമ്പിൽ തിരിച്ചു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവരും മുമ്പിൽ ഞാൻ നല്ല മനുഷ്യനാണ്. എല്ലാവരും മുമ്പിലും നല്ല മനുഷ്യനാകാൻ നോക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് ജീവിച്ചാൽ മതി. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ നന്മകളാണെന്നും ഞാൻ ഭയങ്കര നന്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ ലോകം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പിന്നെ പോസിറ്റീവാണ്. ഫുട്ടും ഹാപ്പിയായിട്ടിരിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ചില്ലായിട്ട് പോകുന്ന ഇതാണ്. പിന്നെ പ്രശ്നങ്ങൾ വരണം പോകും. അത് നമുക്ക് കുറേ ആളുകൾ മനസ്സിലാക്കാൻ പറ്റും. ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്, ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ്. ഞാനത് മനസ്സിലാക്കിയ ഒരാളാണ്. എനിക്ക് ബാക്ക് ടു ബാക്ക് പ്രശ്നം വന്നപ്പോൾ ആരൊക്കെയാണ് എൻ്റെ താങ്ക് യു. നവംബറിൽ കല്യാണം. ഇന്നാണ് നവംബർ, ഇത് നവംബർ, ഇനി 2 ദിവസം എൻ്റെ ഒരു പ്രത്യേകതയിൽ കൂടെ സെയിം ഡേ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അത്രയും പ്രത്യേകിച്ച് 25-ാം തീയതി എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നവംബർ നോ ഷേവ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അല്ലാതെ നവംബറിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇനി നവംബറിൽ നാളെ അടുത്ത വർഷം പറയും നവംബറിൽ എൻ്റെ വെഡിങ് ആനിവേഴ്സറി, എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ എന്ന് ഞാൻ പറയും. മറ്റുള്ളവർ പറയുന്നത് എനിക്കറിയില്ല. എനിക്കത് നവംബർ പ്രത്യേകതയായി. ഡിസംബർ എനിക്ക് പ്രത്യേകത. ഡിസംബർ 2-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഈ നവംബർ ഡിസംബർ ഒരു വർഷത്തിലെ ഏറ്റവും നല്ലൊരു മാസമാണ്. രണ്ട് മാസം വർഷത്തിൽ നല്ലൊരു മാസങ്ങളാണ്. അത് ഒരുപാട് ഫെസ്റ്റിവലുകൾ. ഇപ്പോൾ ഡിസംബറിലാണ് ന്യൂ ഇയർ, ക്രിസ്മസ്, ഒരുപാട്. എൻ്റെ ബർത്ത്ഡേ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ നവംബറിൽ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ, എൻ്റെ വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു.